എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ തുളസീദളം തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. രവി, നീ ചെയ്തത് തീരെ ശരിയായില്ല. സങ്കടവും ദേഷ്യവും കൊണ്ട് ദേവിയമ്മയുടെ ശബ്ദമുയർന്നുപോയി. അകത്തേക്ക് കയറാൻ തുനിഞ്ഞ രവി പെട്ടെന്ന് നിന്നു. അമ്മയ്ക്കത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ അയാളോട് ക്ഷമിക്കാൻ എനിക്കാവില്ല. ആ മനുഷ്യനെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ്. അയാൾ രോഷം പൂണ്ടു. മകൾക്ക് വിശേഷമുണ്ടെന്ന് കേട്ട് ഒരു നോക്ക് കാണാൻ ഓടി വന്നതാ ആ അച്ഛൻ. ദേവിയമ്മയുടെ ഒച്ചയിടവി. അച്ഛൻ പോലും. ആ വാക്കിന്റെ പരിശുദ്ധി എന്താന്ന് അയാൾക്കറിയോ? അമ്മ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. അമർഷം കടിച്ചിറക്കി രവി മുറിയിലേക്ക് കയറിപ്പോയി. ദേവിയമ്മ എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് വന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ അവിടെ മേശയിൽ മുഖം വച്ച് സേതുലക്ഷ്മി ഇരുന്ന് വിതുമ്പുന്നുണ്ടായിരുന്നു. മോളെ, അലിവോടെ വിളിച്ചുകൊണ്ട് അവർ അവളുടെ തോളിൽ കൈവച്ചു. കവിൾത്തടത്തിലെ നനവ് തുളച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ആ മുഖം കണ്ടപ്പോൾ ദേവിയമ്മയുടെ കണ്ണുകൾ ഈറനായി. എൻ്റെ കുട്ടിയുടെ മനസ്സ് നൊന്തു. സാരമില്ലമ്മേ. അവൾ സാരിത്തുമ്പ് പിടിച്ച് മുഖം തുടച്ചിട്ട് മഴവെയിൽ പോലെ ഒന്ന് ചിരിച്ചു. രവിയേട്ടനെ കുറ്റം പറയാൻ കഴിയില്ലമ്മേ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും രവിയേട്ടനായതുകൊണ്ടല്ലേ എന്നോട് ക്ഷമിച്ചത്. ദേവിയമ്മ കാരുണ്യത്തോടെ അവളെ നോക്കി നിന്നു. അച്ഛനേക്കാൾ എനിക്ക് വലുത് ഭർത്താവ് തന്നെയാ. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കാനാവും. ശപിക്കില്ല ഒരിക്കലും. നെഞ്ചിൽ ഒരു വിങ്ങൽ ചിറകടിച്ചപ്പോൾ അവൾ അമ്മയ്ക്ക് മുന്നിൽ നിന്ന് പിൻവാങ്ങി. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. സേതുലക്ഷ്മിക്ക് 7 മാസം പൂർത്തിയായി. 7-ാം മാസം സ്വഗൃഹത്തിലേക്കാണ് പോകേണ്ടതെന്ന് അവൾക്കറിയാം. പക്ഷേ തന്നെ സംബന്ധിച്ച് അതുണ്ടാവില്ല. അച്ഛൻ പിന്നീട് ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. എങ്കിലും വേദനകൾ ഉള്ളിലടക്കി അവൾ അമ്മയ്ക്ക് മുന്നിൽ പ്രസന്നത നടിക്കുകയായിരുന്നു. സേതുലക്ഷ്മിയെ പിഷാരത്തേക്ക് അയക്കുന്നില്ലെന്ന് ദേവിയമ്മ ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. അവൾക്ക് സഹായത്തിന് അവിടെ ഒരു സ്ത്രീ പോലും ഇല്ലെന്നാണ് അവർ അതിനു പറഞ്ഞ ന്യായീകരണം. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്താൻ ദേവിയമ്മ നിശ്ചയിച്ചിരുന്നു. അന്ന് ലീവ് എടുക്കാൻ അവർ ഹിമയോട് പറഞ്ഞു. പക്ഷേ ഹിമ അതനുസരിച്ചില്ല. രവിയും പതിവ് പോലെ കമ്പനിയിലേക്ക് പോയി. അവരുടെയൊക്കെ അസാന്നിധ്യത്തിലും ദേവിയമ്മ സേതുലക്ഷ്മിയെ കൊണ്ട് പൊങ്കാല അർപ്പിച്ചു. വൈകിട്ട് ഹിമ ചായ എടുക്കാൻ അടുക്കളയിൽ വന്നപ്പോൾ സേതുലക്ഷ്മിയെ കണ്ടു. ചീനച്ചട്ടിയിൽ വേലക്കാരി കല്യാണി എന്തോ പാകപ്പെടുത്തുന്നതും നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ഹിമയെ കണ്ടപ്പോൾ കല്യാണി ഭവ്യത നടിച്ചു. ചായ ഫ്ലാസ്കിലുണ്ട് കുഞ്ഞെ. ഹിമ ഒന്ന് മൂളിയിട്ട് 2 കപ്പിൽ ചായ പകർന്നു. ഇടം കണ്ടിട്ട് സേതുലക്ഷ്മിയെ ഒന്ന് നോക്കി. ചീനച്ചട്ടിയിൽ എന്താ കല്യാണി? പഴംപൊരിയാ കുഞ്ഞെ. സേതുക്കുഞ്ഞിനൊരു കൊതി. കല്യാണി സേതുലക്ഷ്മിയെ നോക്കി കളിയായി ചിരിച്ചു. ഒരാശയും ബാക്കി വെക്കണ്ട. നന്ദിയത്ത് നടക്കാൻ പോകുന്നത് ചില്ലറ സംഭവമാണോ? പരിഹാസ ചിരിയോടെ ഹിമ കപ്പുകൾ എടുത്തു. ഇന്നെന്തോ ചടങ്ങുകൾ നടക്കുന്നെന്ന് കേട്ടല്ലോ. ഹിമ പെട്ടെന്നോർത്തതുപോലെ ചോദിച്ചു. അത് കഴിഞ്ഞല്ലോ കുഞ്ഞെ. നാട്ടുനടപ്പനുസരിച്ച് ഗർഭിണിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണല്ലോ പതിവ്. ഹിമ അടുത്ത പരിഹാസം തൊടുത്തു. സേതുലക്ഷ്മിയുടെ മുഖം കുനിഞ്ഞുപോയി. കല്യാണി പകച്ച് അവളെ നോക്കി. ഓ, വില കൊടുത്തു വാങ്ങിയ ഉരുപ്പടിയാണെന്ന കാര്യം ഞാൻ ഓർത്തില്ല. പുച്ഛത്തോടെ ഹിമ തിരിഞ്ഞു നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ അവളെ എതിരേറ്റത് ദേവിയമ്മയായിരുന്നു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ മുന്നോട്ട് നടന്നു. സേതുലക്ഷ്മി അടുക്കളയിൽ നിന്ന് പിന്നാമ്പുറത്തേക്കുള്ള വാതിൽ കടന്നു പോകുന്നത് അവർ കണ്ടു. ഹിമ, ശാസനയോടെ വിളിച്ചിട്ട് ദേവിയമ്മ ഹിമയുടെ പിന്നാലെ ചെന്നു. അവൾ തിരിഞ്ഞു നിന്നു. നിന്നെ ഞാൻ ഇങ്ങനല്ല കരുതിയേ. നീ ഒരു അധ്യാപികയല്ലേ. ഇത്ര തരം താണ് സംസാരിക്കാൻ നിനക്കെങ്ങനെ കഴിയണു കുട്ടി? ദേവിയമ്മയ്ക്ക് കോപമല്ല, സങ്കടമാണ് വന്നു തികട്ടിയത്. ഞാനൊരു സ്ത്രീയാണ്. എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ വീഴ്ത്തിയതാണ്. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ ദേവിയമ്മ നെഞ്ചത്ത് കൈവച്ചുപോയി. വാക്കുകൾ മയപ്പെടുത്താതെ ഹിമ തുടർന്നു. എന്നെ സഹിക്കാൻ അമ്മയ്ക്ക് കഴിയില്ലെങ്കിൽ ഞാൻ മാറിത്തരാം. അവൾ മുറിയിലേക്ക് നടന്നു. ദേവിയമ്മ സ്തബ്ധയായി അവിടെ തന്നെ നിന്നുപോയി. എയർപോർട്ടിൽ നിന്ന് കമ്പനിയുടെ മാരുതി വാനിൽ മടങ്ങി വരവെ മുകേഷ് മുന്നിലിരുന്ന മാനേജർ കുമാറിനോട് പറഞ്ഞു. 11-ന്റെ ഫ്ലൈറ്റിൽ ചരക്ക് വരുന്ന വിവരം ബാജിയെ അറിയിച്ചേക്കണം. 10 മണിക്ക് തന്നെ ഞാൻ വിളിച്ചിരുന്നു സർ. എയർപോർട്ടിൽ ആളെത്തിക്കോളും. സാർ എങ്ങോട്ടാ? വീട്ടിലേക്കാണോ? 2 മണിക്കൂർ അവന്മാരുടെ മുന്നിൽ തൊഴുതു നിന്നതല്ലേ. നമുക്ക് ഓരോ പെഗ് കഴിക്കാം. കമ്പനിയിൽ രവി ഉണ്ടല്ലോ. വണ്ടി അടുത്ത ബാറിലേക്ക് കയറി.
മുകേഷ് അകത്തുള്ള മുറിയിലേക്ക് കയറിപ്പോയി. വാൻ ലോക്ക് ചെയ്തിട്ട് കുമാർ പിന്നാലെ ചെന്നു. കൗണ്ടറിൽ നിന്ന് മദ്യപിക്കുന്ന കരുണനെ അയാൾ കണ്ടു. കുമാർ മുകേഷ് ഇരുന്ന മുറിയിലേക്ക് വന്നു. സാർ, രവിയുടെ റിലേഷനിൽപ്പെട്ട കരുണൻ ഇവിടെയുണ്ട്. എവിടെ? മുകേഷ് ഉത്സാഹത്തോടെ എഴുന്നേറ്റു. കരുണൻ നല്ലൊരു ആയുധമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ഹാളിലുണ്ട്. നീ അവനെ കൂട്ടിക്കൊണ്ടുവാ. കുമാർ വേഗം പുറത്തേക്ക് പോയി. 5 മിനിറ്റിനുള്ളിൽ കരുണൻ മുറിയിൽ വന്നു. മുകേഷിന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി, രവിയുടെ സുഹൃത്ത്. ഹലോ കരുണൻ, ഇരിക്കെ. എന്നെ ഓർമ്മയുണ്ടോ? കരുണൻ സന്തോഷത്തോടെ ഇരുന്നു. ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രവി എവിടെ? കരുണൻ താല്പര്യത്തോടെ അന്വേഷിച്ചു. ജീവിക്കാനുള്ള തത്രപ്പാടിലല്ലേ? നിങ്ങൾ ബന്ധുക്കൾ അവനെ മലർത്തിയതല്ലേ? അതെന്താ സുഹൃത്തെ, കൊള്ളിച്ചൊരു പ്രയോഗം. കരുണൻ ഏറ്റുപിടിച്ചു. ഓർഡർ ചെയ്ത മദ്യം മുന്നിൽ വന്നു. കുമാർ കുപ്പി പൊട്ടിച്ച് 3 ഗ്ലാസ്സിൽ പകർന്നു. ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് വാരിയിട്ടുകൊണ്ട് മുകേഷ് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചൊരു ബിസിനസ് ചെയ്യുന്നവരാ. അതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഭാവിക്കേണ്ട ചങ്ങാതി. മുകേഷ് ഗ്ലാസ് എടുത്ത് ചിയേഴ്സ് പറഞ്ഞു. കരുണൻ ആദ്യത്തെ പെഗ് പെട്ടെന്ന് തീർത്തിട്ട് മുകേഷിനെ ജിജ്ഞാസയോടെ നോക്കി. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? മുകേഷ് മദ്യം കഴിച്ചിട്ട് ഗ്ലാസ് താഴെ വെച്ചു. ഒരു സിഗരറ്റിന് തീ കൊളുത്തിയിട്ട് പാക്കറ്റ് കരുണന്റെ അടുത്തേക്ക് ഇട്ടു. രവി അറിയാതെ അവന്റെ അമ്മ കൊടുത്ത 100 പവൻ വാങ്ങിയിട്ടല്ലേ ആ പെണ്ണിനെ നിങ്ങളെല്ലാവരും കൂടി അവന്റെ തലയിൽ കെട്ടിവെച്ചത്? കരുണൻ പകച്ചുപോയി. സേതുലക്ഷ്മിക്ക് 115 പവന്റെ പൊന്നെങ്ങനെയുണ്ടായി എന്ന സംശയത്തിന് ഉത്തരമായി. ഞാനിതൊന്നും അറിഞ്ഞ കാര്യമല്ല. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അന്നേ സംശയം തോന്നിയിരുന്നു. ദാനം കിട്ടിയ സ്വർണം കൊണ്ടാ മോളെ ആ കിഴവൻ കെട്ടിച്ചതെന്ന് ഇപ്പോഴാ അറിയണേ. കരുണൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. അവൻ കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചില്ല. ഇപ്പോ അവൾ ഗർഭിണിയാണ്. രവിക്ക് അക്കാര്യത്തിലും അവളെ സംശയമുണ്ട്. മുകേഷ് ഗ്ലാസ് കയ്യിലെടുത്തു. എന്ത് സംശയം? കരുണൻ ഇളകിയിരുന്നു. രവിക്ക് ഉടനൊന്നും കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ലെന്ന് അവനെ ചെക്കപ്പ് ചെയ്ത ഡോക്ടർ പറഞ്ഞത്രേ. ഇപ്പോ അവൾ ഗർഭിണിയായ സ്ഥിതിക്ക്. മുകേഷ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ കരുണൻ കൈ നിവർത്തി മേശയിലടിച്ചു. ഇതവൻ തന്നെ, ഹരി. കരുണൻ പൊട്ടിച്ചിരിച്ചു. അയാൾ നിറച്ചു വച്ചിരുന്ന ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കി ചിറി തുളച്ചു. ഹരിയോ? മുകേഷ് വല്ലാതെ അമ്പരന്നു. അതെ, ഞാൻ ഇക്കാര്യം കുറെ മുമ്പേ മനസ്സിൽ കണ്ടതാ. ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. കരുണൻ കൈകൾ കൂട്ടിത്തിരുമ്മി. നിങ്ങൾ എന്താണ് പറയുന്നത്? മുകേഷിന് ജിജ്ഞാസ അടക്കാനായില്ല. അത് ഞാൻ രവിയോട് പറയാം. എനിക്കവനെ ഉടനെ കാണണം. കരുണൻ വീണ്ടും ഗ്ലാസ് നിറച്ചു. കുമാർ ഗൂഢമായി മുകേഷിനെ നോക്കി കണ്ണിറുക്കി. കരുണൻ ഹരിയെ സംശയിക്കാൻ എന്തോ തക്കതായ കാരണമുണ്ടെന്ന് മുകേഷ് ഊഹിച്ചു. ഇതൊരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശാനും സാധ്യതയുണ്ടെന്ന് അയാൾ കണക്ക് കൂട്ടി. രവിയെ ഇന്ന് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കരുണൻ അവനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ട് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മുകേഷ് കരുണനെ നോക്കി. മതി, കരുണൻ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഓക്കെ. മുകേഷിന്റെ കയ്യിൽ കരുണൻ ബലമായി പിടിച്ചൊന്നുലച്ചു. തട്ടഹസിക്കാനാണ് കരുണന് തോന്നിയത്. പിറ്റേന്ന് വൈകുന്നേരം മുകേഷ് രവിയെയും കൂട്ടി ബാറിൽ വന്നു. കരുണൻ പറഞ്ഞു പറ്റിക്കുമോ എന്നൊരു സംശയം മുകേഷിനുണ്ടായിരുന്നു. അവർ അകത്തുള്ള ഒരു മുറിയിലിരുന്നു. വാതിലിന് അഭിമുഖമായാണ് മുകേഷ് ഇരുന്നത്. മുകേഷ് മദ്യത്തിന് ഓർഡർ കൊടുത്തു. കഷ്ടിച്ച് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് കരുണനെ വാതിൽക്കൽ കണ്ടു. തീരെ അപ്രതീക്ഷിതമെന്ന് തോന്നും വിധമായിരുന്നു അയാളുടെ കടന്നുവരവ്. ഹലോ രവി. രവി തിരിഞ്ഞു നോക്കി. വഷളൻ ചിരിയുമായി കരുണൻ വരുന്നത് കണ്ടപ്പോൾ രവിക്ക് വെറുപ്പ് തോന്നി. സേതുലക്ഷ്മിയുടെ കസിനല്ലേ? മുകേഷ് സൗഹാർദ്ദപൂർവ്വം ചോദിച്ചു. അതെ. കരുണൻ കസേരയിൽ വന്നിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയാളുടെ കടന്നുകയറ്റം രവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, ഒന്നും വേണ്ടായേ. ഒരു വിവരം കേട്ടു. നേരിൽ കണ്ടപ്പോൾ തോന്നി അഭിനന്ദിച്ചു കളയാമെന്ന്. പരിഹാസ ചുവയോടെ കരുണൻ ചിരിച്ചു. രവി നാട്ടിലേക്ക് വരുന്നില്ലേലും അവിടെ നല്ല മതിപ്പാ കേട്ടോ. ഒരു പാവപ്പെട്ട പെണ്ണിനെ പൊന്നിട്ട് സ്വീകരിച്ച പുണ്യാത്മാവല്ലേ. രവി തീപ്പൊള്ളലേറ്റതുപോലെ ചൂളിപ്പോയി. ഭാര്യ ഗർഭിണിയായെന്ന് കേട്ടു. ചുളുവിലൊരു അച്ഛനാകാൻ പോവുകയല്ലേ. അഭിനന്ദിക്കാതിരിക്കുന്നതെങ്ങനെ? കരുണൻ പരിഹാസ ചിരിയോടെ തുടർന്നു. രവി അടിമുടി കോപം കൊണ്ട് വിറച്ചു. കത്തിജ്വലിച്ചുകൊണ്ട് അയാൾ മുന്നോട്ടാഞ്ഞു. എടാ നായേ. മുകേഷ് രവിയെ തടഞ്ഞു നിർത്തി. രവി, നമ്മുടെ നില മറക്കരുത്. കരുണൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിനക്ക് ഉറപ്പിച്ചു പറയാമോ
അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ തന്ത നീയാണെന്ന്? കഴിയില്ല. കരുണൻ പരിഹസിച്ചു ചിരിച്ചു. നാവടക്കട. രവി കുതറിപ്പിടഞ്ഞു. മേശയിലിരുന്ന് സോഡാക്കുപ്പി എടുത്ത് രവി കരുണന്റെ നേരെ എറിഞ്ഞെങ്കിലും ലക്ഷ്യത്തിൽ കൊണ്ടില്ല. മുറിക്ക് മുന്നിൽ വന്ന് 1-2 പേർ എത്തി നോക്കിയിട്ട് പിൻവാങ്ങി. മുകേഷിന്റെ കൈകളിൽ കിടന്ന് രവി കിതച്ചു. അറിയാൻ കഥകൾ ഇനിയുമുണ്ടെന്ന് ഞാനൊരിക്കൽ പറഞ്ഞത് ഓർക്കണുണ്ടോ? സത്യമറിയാതെ വിഴുപ്പ് ഭാണ്ഡം ചുമക്കുന്ന വിഡ്ഢിയാ നീ. ഒട്ടും പ്രകോപിതനാകാതെ കരുണൻ തുടർന്നു. വേറെ ചില കാര്യങ്ങളും പറയാം. ഹരിയും സേതുവും കോളേജിൽ വെച്ച് പ്രണയത്തിലായിരുന്നെന്ന കഥ തനിക്കറിയോ? അവൾ നിന്റെ ഭാര്യയായി നന്ദ്യത്ത് വന്ന് കയറാനുള്ള കാരണമറിയോ? രവിയുടെ മുന്നോട്ടുള്ള കുതിപ്പ് പൊടുന്നനെ നിശ്ചലമായി. കരുണൻ പിന്നെ ഒന്നും മറച്ചു വച്ചില്ല. അയാളെല്ലാം തുറന്നടിച്ചു, പൊടിപ്പും തൊങ്കലും വച്ച്. നിന്റെ അമ്മയും ഹരിയും അവളും ചേർന്ന് നിന്നെ ഇക്കാലം അത്രയും ചതിക്കായിരുന്നു. കുഞ്ഞിന്റെ പിതൃത്വം പോലും നിനക്ക് അവകാശപ്പെടാനാവില്ല. രവി പിന്നീട് ഒന്നും കേട്ടില്ല. അയാൾ കസേരയിലേക്ക് വീണു. കരുണന്റെ വെളിപ്പെടുത്തൽ മുകേഷിനെയും അമ്പരപ്പിച്ചു കളഞ്ഞു. കരുണൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രവി. സഹാനുഭൂതി നടിച്ച് മുകേഷ് അയാൾക്കടുത്ത് വന്നിരുന്നു. രവി മുന്നിലിരുന്ന ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കി. തുടരെ 3 പെഗ് മദ്യം കൂടി അയാൾ കഴിച്ചു. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് വിരൽ കൊണ്ട് വടിച്ചെറിഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് നടന്നു. കാറിൽ വന്ന് കയറിയിട്ട് വീട്ടിലേക്ക് കുതിച്ചു. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ രവിക്ക് തോന്നി. സേതുലക്ഷ്മിയുടെ കാര്യത്തിൽ ധൃതി പിടിച്ച് അമ്മ നടത്തിയ നീക്കങ്ങൾ സംശയമുള്ളതായിരുന്നു. താൻ അറിയാതെ 100 പവന്റെ സ്വർണം അവൾക്ക് കൊടുത്തു. അവളുടെ കാര്യത്തിൽ ഹരിയും എപ്പോഴും അമിത താല്പര്യം എടുത്തിരുന്നു. ഇപ്പോൾ എല്ലാം വ്യക്തമാകുന്നു. ഒരു കുഞ്ഞു ജനിക്കാനുള്ള സാധ്യത തനിക്കില്ലെന്ന് തെളിഞ്ഞിട്ടും അവൾ ഗർഭിണിയായിരിക്കുന്നു. അയാൾ കത്തി എരിഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. നേരെ മുറിയിൽ കിടന്നപ്പോൾ സേതുലക്ഷ്മി കട്ടിലിൽ കിടപ്പുണ്ട്. അയാൾ വാതിൽ പിടിച്ചടച്ചു. അവൾ വല്ലാത്തൊരു നടുക്കത്തോടെ ആയാസപ്പെട്ട് എഴുന്നേറ്റു. കനൽക്കട്ട പോലെ ജ്വലിക്കുന്ന അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ ഭയന്ന് അവൾ പിന്നോട്ട് മാറി. രവി അവൾക്കടുത്തേക്ക് ചുവടുകൾ വെച്ചു. വീർത്ത അവളുടെ വയറിലേക്ക് നോക്കി അയാൾ അട്ടഹസിച്ചു. സത്യം പറയടി, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ തന്തയാരാ? രവിയുടെ ചോദ്യം കേട്ട് സേതുലക്ഷ്മി നടുങ്ങിത്തെരിച്ചു നിന്നു. അയാൾ അവൾക്ക് അഭിമുഖം വന്നു. കണ്ണുകൾ കനൽ പോലെ തിളങ്ങി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയാൾ ആക്രോശിച്ചു. രവിയേട്ടൻ എന്താ പറ്റിയത്? അവൾ ഭയന്ന് കരഞ്ഞു. അയാളുടെ കോപം ഇരട്ടിച്ചു. കരഞ്ഞു പിഴിഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോടി? അയാളുടെ വാക്കുകൾക്ക് കൂരമ്പിന്റെ മൂർച്ചയായിരുന്നു. ഈശ്വര! അവൾ ചുമർ ചാരി നിന്ന് വിങ്ങിപ്പൊട്ടി. ആ നിൽപ്പിൽ മരിച്ചുപോയെങ്കിൽ എന്നവൾ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് തെറ്റാ രവിയേട്ടാ ചെയ്തത്? ഹൃദയം പൊടിഞ്ഞ് അവൾ ചോദിച്ചു. ഇക്കാലം അത്രയും എന്നെ ഓരോ തരത്തിൽ ചതിക്കുകയായിരുന്നില്ലടി നീ? അമ്മയും ഹരിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടല്ലേ നീ ഈ വീട്ടിൽ വന്നു കയറിയത്? സേതുലക്ഷ്മി സ്തംഭിച്ചു നിന്നു. അവളുടെ പെട്ടെന്നുള്ള ഭാവപ്പകർച്ച കണ്ട് അയാൾ ജ്വലിച്ചു. നീയും ഹരിയും തമ്മിൽ മുമ്പേ അടുപ്പത്തിലായിരുന്നില്ലേ? അയാൾ അട്ടഹസിച്ചു. ഇടിമുഴക്കം പോലെയുള്ള ആ വാക്കുകൾ അവളുടെ മനസ്സിൽ മാറ്റൊലി കൊണ്ടു. രവി മുന്നോട്ട് ചെന്നു. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വേദന അവൾ അറിഞ്ഞില്ല. അവന്റെ കുഞ്ഞല്ലേടി നിന്റെ വയറ്റിൽ? അയാൾ അവളുടെ മുഖം വെറുപ്പോടെ ഒരു വശത്തേക്ക് തള്ളി. ശിരസിൽ ഒരു അഗ്നിമല വന്നമർന്ന പ്രതീതിയായിരുന്നു അവൾക്കുണ്ടായത്. അറിയാതെ അടിവയറ്റിൽ അവൾ കൈവച്ചുപോയി. രവിയേട്ടാ! അവളുടെ മിഴികളിൽ നിന്ന് കനൽപ്പൊട്ടുകൾ ചിതറി. എന്റെ മുഖത്ത് നോക്കി ഇതു പറയാൻ എങ്ങനെ നാവുയർന്നു? ഉറക്കെ അലറി വിളിച്ചു കരയാൻ അവൾ വെമ്പി. വയറ്റിൽ അനുഭവപ്പെട്ട തുടിപ്പ് അവളുടെ ഓരോ അണുവിനെയും ത്രസിപ്പിച്ചു. എനിക്കിനി മരിച്ചാ മതി. ഇങ്ങനെ നീറ്റിക്കൊല്ലാതെ എന്നെ ഒന്ന് കൊന്നതാ. അയാളുടെ ഇരുഭുജത്തിലും പിടിച്ചു കുലുക്കി ഭ്രാന്തിയെപ്പോലെ അവൾ അലറിക്കരഞ്ഞു. അയാൾ അവളുടെ കൈകൾ തട്ടിയെറിഞ്ഞു. മുഖമടച്ചൊരടി കൂടി കൊടുക്കാൻ വലതു കൈ ഉയർത്തിയതായിരുന്നു. പെട്ടെന്ന് അയാൾ ആ ഉദ്യമത്തിന് കടിഞ്ഞാനിട്ടു. തല്ലിക്കോ, കാൽക്കലിട്ട് ചവിട്ടിയരച്ചോ, ഒക്കെ ഞാൻ സഹിക്കാം. പക്ഷേ ഞാൻ പിഴച്ചവളാന്ന് മാത്രം പറയരുതേ രവിയേട്ട. കൈകൂപ്പി അവൾ യാചിച്ചു. അയാൾ വെറുപ്പോടെ അവളെ തുറച്ചു നോക്കി നിന്നു. മനസ്സാ വാച ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. രവിയേട്ടനെ ഈശ്വരനെ പോലെ ഞാൻ കരുതണം. എന്നെ അവിശ്വസിക്കാൻ എങ്ങനെ തോന്നി? മുഖം പൊത്തി അവൾ കരഞ്ഞു. ഇല്ല, ഈ ജന്മം നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ഇതെന്റെ കുഞ്ഞല്ല, അതെനിക്ക് നന്നായിട്ടറിയാം, അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് താൻ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് മാത്രം രവി പറഞ്ഞില്ല.
തന്റെ കഴിവുകേട് തുറന്നു കാട്ടാൻ അയാൾ മടിച്ചു. പൊടുന്നനെ വാതിലിൽ മുട്ടുന്ന ഒച്ച കേട്ടു. പിന്നാലെ ദേവിയമ്മയുടെ പരിഭ്രമമുള്ള സ്വരമെത്തി. സേതു, സേതു, വാതിൽ തുറക്ക്. രവി അവളെ തുറച്ചു നോക്കി തെല്ലിട നിന്നു. പുറത്തെ ശബ്ദം ഏറിയപ്പോൾ അയാൾ വാതിൽ വലിച്ചു തുറന്നു. നടുക്കം പൂണ്ട് ദേവിയമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അമ്മേ, ചുമർ ചാരി കുഴഞ്ഞു നിന്ന സേതുലക്ഷ്മി ഹൃദയം പൊട്ടിക്കരഞ്ഞു. ആ നിൽപ്പ് കണ്ടപ്പോൾ ദേവിയമ്മയുടെ മനസ്സ് തകർന്നു. ദേവിയമ്മ അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു. സേതുലക്ഷ്മി മുഖം അമ്മയുടെ തോളിൽ വെച്ച് ഏങ്ങലടിച്ചു. നിറവയറോടെ നിൽക്കണ ഈ പാവത്തിനോട് എന്തു മഹാപാതകമാണടാ നീ ചെയ്തത്. ദേവിയമ്മയുടെ മനോനില തെറ്റി. രവി ദേവിയമ്മയുടെ നേരെ തിരിഞ്ഞു. ഇവളെ വിലയ്ക്ക് വാങ്ങാൻ കാരണമെന്താന്ന് പലവട്ടം ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു. നിറം പിടിപ്പിച്ച നുണകൾ പറഞ്ഞ് എല്ലാവരും എന്നെ വിഡ്ഢിയാക്കി. ഇന്ന് ഞാൻ എല്ലാം അറിഞ്ഞു. ഒന്നിനു പിറകെ ഒന്നായി എന്നോട് ഈ ദ്രോഹങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അയാൾ പൊട്ടിത്തെറിച്ചു. ദേവിയമ്മയുടെ ശരീരം അടിമുടി വിറപ്പുണ്ടു. സ്തബ്ധയായി അവർ നിന്നുപോയി. ലോകത്തിൽ ഒരമ്മയും ഇത്രയും വലിയൊരു ചതി ഒരു മകനോടും ചെയ്യില്ല. അയാൾ മുഖം തിരിച്ചു. രവി, ദേവിയമ്മയുടെ ഒച്ചയിടറി. അവരുടെ നെഞ്ച് ക്രമാതീതമായി പിടഞ്ഞു. ഇനി എനിക്കൊന്നും മറക്കാനില്ല. ഇവളും ഹരിയും തമ്മിലുള്ള മുഴുവൻ കഥകളും ഞാൻ അറിഞ്ഞു. ഇക്കാലം അത്രയും നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ കോമാളിയാക്കുകയായിരുന്നു. ആത്മരോഷത്തോടെ അയാൾ മുരണ്ടു. ദേവിയമ്മയുടെ ഹൃദയം പിഞ്ഞിപ്പോയി. പെട്ടെന്ന് സേതുലക്ഷ്മി മുഖമുയർത്തി. രവിയേട്ട, അരുതേ. അയാളുടെ മുഖത്ത് നോക്കി അവൾ കെഞ്ചി. തികട്ടി വന്ന കോപം രവി നിയന്ത്രിച്ചു. ദേവിയമ്മയുടെ മുഖത്തെ പിടച്ചിൽ കണ്ടപ്പോൾ അയാൾക്ക് തെല്ല് ഭയമുണ്ടായി. തുടർന്ന് പറയാൻ വന്നത് മനസ്സിലിടക്കി. നീ കേട്ടതൊക്കെ നുണകളാണ് മോനെ. ഹരിയും ഇവളും തമ്മിൽ ഒരിക്കൽ പോലും മുഖാമുഖം കണ്ടിട്ടില്ല. ആദ്യം ഹരിയുടെയും പിന്നെ നിന്റെയും ജാതകം വെച്ച് നോക്കിയത് നേരാ. സേതുവിനെ മോഹിച്ച് നടന്ന ഇവളുടെ മുറച്ചെറുക്കന ഹരിയെ ചേർത്ത് കോളേജിൽ അപവാദം എത്തിച്ചത്. ഇപ്പോ ഈ കഥകൾ നിന്റെ ചെവിയിൽ എത്തിച്ചതും അവനാകും. രവി കിതപ്പടക്കി നിശബ്ദം നിന്നു. അമ്മ ആകെക്കൂടി ചെയ്തത് പൊന്നിന്റെ കാര്യത്തിൽ കാട്ടിയ അറിവില്ലായ്മയാ. ഇവളെ കണ്ടപ്പോ ഞാൻ അത്രയ്ക്ക് മോഹിച്ചു പോയി. ദേവിയമ്മയുടെ മിഴികൾ സജലങ്ങളായി. രവി എതിർത്തൊന്നും പറഞ്ഞില്ല. എന്നാൽ ദേവിയമ്മയുടെ വാക്കുകൾ അയാളുടെ ഉള്ളിലെ കനൽ കെടുത്തിയില്ല. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. നീ ഇതൊന്നും ഹരിയോട് ചോദിക്കരുത്. 5 മിനിറ്റിന്റെ മൂപ്പേ നിങ്ങൾ തമ്മിലുള്ളൂവെങ്കിലും നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നെ നിർത്തി ബഹുമാനിക്കുന്നവനാ ഹരി. ഹരിയേട്ട എന്നവൻ മുഴുവൻ വിളിക്കില്ല. ഇത് കേട്ടാല് അവൻ തകർന്നു പോകും മോനെ. ദേവിയമ്മയുടെ ഒച്ചയടഞ്ഞു. രവിയുടെ മുഖം വലിഞ്ഞു മുറുകി. പൊട്ടിത്തെറിക്കുമെന്ന് ഭയന്ന് അയാൾ പുറത്തേക്കിറങ്ങിപ്പോയി. മോള് വിഷമിക്കണ്ട. ആരോ കയറ്റിവിട്ട വിഷമാ അവന്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞതൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. ദേവിയമ്മ അവളുടെ ശിരസ് തലോടി. രവിയുടെ വാക്കുകൾ അവളുടെ ഉള്ളം കത്തിയിരിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ അവസ്ഥയോർത്ത് അവൾ നാവനക്കിയില്ല. കുറെ നേരം കഴിഞ്ഞ് ദേവിയമ്മ വീണ്ടും അവളുടെ അടുത്ത് വന്നു. അവളുടെ കണ്ണീര് അപ്പോഴും തോർന്നിരുന്നില്ല. ദേവിയമ്മ അവൾക്കരികിലിരുന്നു. ഇനി നീ എന്റെ മുറിയിൽ കിടന്നാ മതി. ഡേറ്റ് അടുത്ത് വരികയല്ലേ. സേതുലക്ഷ്മി ഒരു വശം ചരിഞ്ഞ് ബന്ധപ്പെട്ട് എഴുന്നേറ്റിരുന്നു. നീട്ടിവെച്ച കാലുകളിലേക്ക് നോക്കിയപ്പോൾ ദേവിയമ്മയ്ക്ക് സങ്കടം തോന്നി. ഇരുപാദവും നീര് വന്ന് വീർത്തിരുന്നു. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയ നീ രവിയോട് പറയില്ല എന്ന് എനിക്കറിയാം. മോൾ എഴുന്നേറ്റ് വാ. അവൾ സമ്മതമട്ടിൽ ശിരസ് ചലിപ്പിച്ചു. മാറിക്കിടക്കുന്നതാണ് നല്ലതെന്ന് അവൾക്കും തോന്നിയിരുന്നു. വയറും താങ്ങി ആയാസപ്പെട്ട് എഴുന്നേൽക്കുന്നത് പലപ്പോഴും രവിയേട്ടന് ശല്യമാകാറുണ്ട്. അവൾ ദേവിയമ്മയ്ക്കൊപ്പം അവരുടെ മുറിയിൽ ചെന്നു. രാമൻകുട്ടി അടുത്ത മുറിയിൽ നിന്നൊരു കട്ടിലെടുത്ത് അവിടെ കൊണ്ടിട്ടു. രാത്രി വൈകിയാണ് രവി കയറി വന്നത്. മുറിയിൽ സേതുലക്ഷ്മിയെ അയാൾ കണ്ടില്ല. അവൾ എങ്ങോട്ട് പോയെന്ന് അന്വേഷിക്കാനൊന്നും അയാൾ കൂട്ടാക്കിയില്ല. വന്നപാടെ കിടക്കയിൽ വീഴുകയായിരുന്നു. രാവിലെ ചായയുമായി മുറിയിൽ വന്നത് ദേവിയമ്മയായിരുന്നു. തലേ ദിവസത്തെ ഹാങ് ഓവർ വിടാതെ അയാൾ തല കുമ്പിട്ടിരുന്നു. സേതുവിന് തീരെ വയ്യ. നീര് വന്ന് കാല് രണ്ടും മന്തുപോലായി. ഞാൻ നിർബന്ധിച്ച എന്റെ മുറിയിലേക്ക് കൊണ്ടുപോയത്. ചായ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ദേവിയമ്മ പറഞ്ഞു. രവി ഒരക്ഷരം ശബ്ദിച്ചില്ല. ആ മുഖത്ത് നോക്കിയപ്പോൾ അന്തക്ഷോഭം ദേവിയമ്മയ്ക്ക് മനസ്സിലായി. ഈ അവസ്ഥയിൽ അവളെ വേദനിപ്പിക്കരുത് മോനെ. അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. താൻ നാവനക്കിയാൽ ഏറിപ്പോവുമെന്ന് അയാൾ ഭയന്നു. ദേവിയമ്മ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇതിനിടയിൽ ഒരിക്കൽ പോലും രവി സേതുലക്ഷ്മിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായില്ല. ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് 2 ദിവസം മുമ്പ് അവൾക്ക് ചെറിയ അസ്വസ്ഥതകൾ ആരംഭിച്ചു. ലക്ഷണങ്ങൾ കണ്ടപ്പോൾ
ഉടൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഭംഗിയെന്ന് ദേവിയമ്മയ്ക്ക് തോന്നി. വീട്ടിൽ ഹരിയും ഹിമയും ഉണ്ടായിരുന്നു. രവി ഓഫീസിൽ പോയിരുന്നു. ദേവിയമ്മ പരിഭ്രമത്തോടെ ഹരിയുടെ മുറിയിൽ വന്നു. അമ്മയെ കണ്ടപ്പോ അയാൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം മടക്കിയിട്ട് എഴുന്നേറ്റു. എന്താ അമ്മേ? സേതുവിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രവി ഇവിടെ ഇല്ല. കട്ടിലിൽ കിടന്ന ഹിമ എഴുന്നേറ്റിരുന്നു. ദേവിയമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കല്യാണി ഇന്ന് വന്നിട്ടില്ല, മോള് കൂടി വരുമോ? ഒറ്റയ്ക്ക് ഞാൻ എങ്ങനാ? അവർ അപേക്ഷയോടെ നിന്നു. അമ്മ അവളെ കൂട്ടിക്കൊണ്ടുവാ, ഞാൻ കാർ എടുക്കാം. ഹരി തിടുക്കം വെച്ചു. ദേവിയമ്മ തിരികെ മുറിയിലേക്ക് ഓടി. കട്ടിലിൽ കിടന്നു സേതുലക്ഷ്മി ഞരങ്ങിക്കൊണ്ടിരുന്നു. എണീക്ക് മോളെ. അവർ അവളെ സർവശക്തിയും എടുത്ത് താങ്ങിയിരുത്തി. അവരുടെ ശരീരം ആധി കൊണ്ട് വിറച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാമൻകുട്ടി മുറിയിലേക്ക് തിടുക്കപ്പെട്ടു വന്നു. അയാൾ കൂടി സഹായിച്ചപ്പോൾ സേതുലക്ഷ്മി എഴുന്നേറ്റു. രണ്ടുപേരും അവളെ താങ്ങിപ്പിടിച്ച് പൂമുഖത്ത് വന്നപ്പോൾ ഹരി കാർ തിരിച്ചിട്ടിരുന്നു. അവളെ കാറിൽ കയറ്റിയപ്പോൾ ഹിമ നിസ്സംഗയായി ഇറങ്ങി വന്നു. അവൾ പിൻ സീറ്റിൽ കടന്നിരുന്നു. ഹരി കാർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. സേതുലക്ഷ്മിയുടെ ഞരക്കവും മൂളലും ഏറിക്കൊണ്ടിരുന്നു. അവൾ ദേവിയമ്മയുടെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു. നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി മനോധൈര്യം തകർന്ന് ദേവിയമ്മ ഇരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലെന്ന് അവർ മനമൊരുക്കി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിലെത്തിയ ഉടൻ സേതുലക്ഷ്മിയെ ലേബർ റൂമിലേക്ക് മാറ്റി. രാമൻകുട്ടി റിസപ്ഷനിൽ വന്ന് രവിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. മുകേഷിനെയാണ് ലൈനിൽ കിട്ടിയത്. രവിയോട് വിവരമറിയിക്കാൻ അയാൾ പറഞ്ഞു. ലേബർ റൂമിന് മുന്നിൽ പിടയുന്ന മനസ്സുമായി ദേവിയമ്മയും രാമൻകുട്ടിയും നിന്നു. ഹിമയാകട്ടെ ഇതൊന്നും തന്നെ ബാധിക്കാത്ത മട്ടിൽ കസേരയിൽ ചെന്നിരുന്നു. ഹരിയുടെ മുഖത്തെ ഉത്കണ്ഠ അവൾ അറിയുന്നുണ്ടായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോറിഡോറിലൂടെ രവിയും മുകേഷും വരുന്നത് അവർ കണ്ടു. ആരോടും ഒരു വിവരവും ചോദിക്കാതെ രവി മാറി നിന്നു. ആ അകൽച്ചയും ഹിമ ശ്രദ്ധിച്ചു. മിനിറ്റുകൾ ഇഴഞ്ഞു നീങ്ങി. ഒടുവിൽ ലേബർ റൂമിന്റെ ചില്ലുവാതിൽ തുറക്കപ്പെട്ടു. ഒരു നഴ്സ് തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞുമായി പ്രത്യക്ഷപ്പെട്ടു. രവി, അവർ വാതിൽക്കൽ വന്നു നിന്ന് വിളിച്ചു. ദേവിയമ്മ വേഗം മുന്നോട്ട് ചെന്നു. ആൺകുഞ്ഞ്, അമ്മ സുഖമായിരിക്കുന്നു. പുഞ്ചിരിയോടെ അവൾ കുഞ്ഞിനെ ദേവിയമ്മയുടെ കയ്യിൽ കൊടുത്തു. വല്ലാത്തൊരനുഭൂതിയോടെ ദേവിയമ്മ കുഞ്ഞിനെ നെഞ്ചോട് അമർത്തിപ്പിടിച്ചു. അറിയാതെ മിഴികൾ തുളുമ്പി. കുഞ്ഞിനെയും കൊണ്ട് അവർ രവിയുടെ അടുത്തേക്ക് വന്നു. ദേ, അച്ഛനെ കാണടാ മോനെ. ദേവിയമ്മ കുഞ്ഞിനെ രവിയുടെ നേരെ പിടിച്ചു. റോസാദളം പോലുള്ള കുരുന്നു മുഖത്തേക്ക് രവി നോക്കി. ഹരിയുടെ കണ്ണുകൾ ഹിമയുടെ നേരെ നീണ്ടു. അവളുടെ മുഖം നിർവികാരമായിരുന്നു. കോറിഡോറിലേക്ക് നോക്കി അവൾ ഇരുന്നു. കുഞ്ഞിന്റെ അരികിലേക്ക് വന്ന് രാമൻകുട്ടി വാത്സല്യത്തോടെ കുരുന്ന് കയ്യിൽ പിടിച്ചു. ആ കാഴ്ച കണ്ട് അയാൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. ഇത് കണ്ടോ, ഇവനും 6 വിരലുണ്ട്. എല്ലാവരും അത് കണ്ടു. കുഞ്ഞിന്റെ ഇടത് കൈയിൽ ചെറുവിരലിനോട് ചേർന്ന് ഉണ്ണി പോലെ 6ാമതൊരു വിരൽ ഹരിയുടെ ഇടത് കൈയിൽ ഉള്ളതുപോലെ. രവിയുടെ ഹൃദയം പിളർത്തിക്കൊണ്ട് ഒരു നടുക്കം പാഞ്ഞുപോയി. അയാൾ ഹരിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. കണ്ണുകൾ തീപ്പന്തം കണക്ക് ജ്വലിച്ചു. ഭീതിതമായ ഒരു കൊടുങ്കാറ്റിന്റെ ആരവം ഹരിയുടെ മനസ്സിൽ വന്നലച്ചു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി തുളസീദളം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.